ഹലോ ലേണേഴ്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു ലെസണിന് നമുക്ക് രണ്ടായിട്ടാണ് അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഇട്ടിരിക്കുന്നത് ചാപ്റ്റർ 3യും 4ഉം ആയിട്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഇതിൽ പഠിക്കാനുള്ള എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്: nature of transaction and sources of source documents, explain the preparation of accounting vouchers, accounting voucherകൾ എന്താണെന്നുള്ളത്, ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇക്വേഷൻ, ഇനി ഓരോ ട്രാൻസാക്ഷൻസിൽ ആ ഇക്വേഷനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് പഠിക്കുന്നു, പിന്നെ യൂസസ് ഓഫ് ദ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, പിന്നെ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഒറിജിനൽ എൻട്രി ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, ദെൻ ലെഡ്ജറും പോസ്റ്റിങ്ങും ജേർണൽ എൻട്രീസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മൊത്തത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഒത്തിരി സമയങ്ങളാണ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഏറ്റവും ആദ്യമേ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ വൗച്ചേഴ്സ് ആണ്. അതായത് നമുക്ക് എന്താ പറയാ, നമ്മളൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം അവിടെ രണ്ട് കോൺസെപ്റ്റ് ആണുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സെയിൽസ് നടക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു 1 lakh rupees സാധനങ്ങൾ ഗുഡ്സ് എന്ത് ചെയ്തു, സെല്ല് ചെയ്തു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഗുഡ്സ് ഒരാൾക്ക് സെല്ല് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഗുഡ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, നമ്മുടെ കയ്യിൽ നിന്ന് കുറയുവാണ്. ഇനി അയാളുടെ അടുത്ത് നമുക്ക് എന്താ കിട്ടുന്നത്, ആ ഗുഡ്സ് സെല്ല് ചെയ്തതിനുള്ള പൈസ കിട്ടുന്നു. അപ്പൊ ആ പൈസ നമ്മുടെ കയ്യിലോട്ട് വരുന്ന ഇൻക്രീസ് ആവുകയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മിനിമം 2 കോൺസെപ്റ്റുകൾ കാണും, 1 and 2. ആദ്യത്തെ ആസ്പെക്ട് എന്ന് പറയുമ്പം അവിടെ ഒരു ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ടാവാം, പിന്നെ രണ്ടാമത്തത് അവിടെ ഒരു ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ടാവാം. ഈ 2 ആസ്പെക്റ്റുകളെ പറ്റിയാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു തെളിവ് വേണം, അല്ലെ? അപ്പൊ അത് ചിലപ്പം ക്യാഷ് ആയിട്ടാവാം പേയ്മെന്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചെക്ക് വഴി നമുക്ക് ബാങ്കിൽ കൂടി ആയിരിക്കാം. ഇനി ഇന്നത്തെ കാലമൊക്കെ ആണെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം ക്യാഷ്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതെല്ലാം ബാങ്കിങ് ട്രാൻസാക്ഷന്റെ ഒരു പെർവ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ ആയിരിക്കാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിന്റെ ഒരു തെളിവ് എന്താണ്, അല്ലെങ്കിൽ ഒരു സോഴ്സ് ഡോക്യുമെന്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വൗച്ചർ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. ഇനി വൗച്ചർ എന്ന് പറയുന്ന ഒരു പുതിയ വാക്കായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവാം, പക്ഷെ വൗച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, വൗച്ചറിന് വേറെ ചില പേരുകളും ഉണ്ട്. അപ്പൊ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ക്യാഷ് മെമ്മോ, ഇൻവോയ്സ്, സെയിൽസ് ബിൽ, പെയിൻ സ്ലിപ്പ്, ചെക്ക്, ഇതെല്ലാം എന്താണ്, ഒരു തെളിവാണ്, അല്ലെ? നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ളതിന്റെ. ഇപ്പൊ നമ്മൾ ഗൂഗിൾ പേ വഴിയാണെന്നുണ്ടെങ്കിലോ, ഗൂഗിൾ പേ വഴിയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിലോ, ഇപ്പൊ നമുക്കറിയാം പലയിടത്തും നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൈസ അക്കൗണ്ടിൽ നിന്ന് പോയില്ല, ചിലപ്പോൾ പൈസ പോയി എന്ന് കാണിക്കും, പക്ഷെ കൊടുക്കേണ്ട ആളുടെ കയ്യിൽ കിട്ടിക്കാണിയല്ല. അപ്പൊ അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു തെളിവ് എന്നുള്ള രീതിയിൽ അവിടെ നമുക്കൊരു വൗച്ചർ കാണിക്കാൻ മാത്രം കാണിയല്ല. അപ്പൊ അതിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു റെഫറൻസ് നമ്പർ ഉണ്ട്, ട്രാൻസാക്ഷൻ നമ്പർ എന്ന് പറഞ്ഞൊരു സാധനം ഗൂഗിൾ പേ അക്കൗണ്ടിന്റെ പേയ്മെന്റ് കാര്യത്തിലുണ്ട്. അപ്പം അതെന്ന് പറയുമ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. അപ്പൊ സാധാരണ നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഇപ്പം വന്നതുപോലെ പണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഓഫ്ലൈൻ ട്രാൻസാക്ഷൻസിന്റെ ആ ഒരു ടൈം ആയിരുന്നപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പം ബില്ലായിരുന്നു എല്ലാം, അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഒരു തുണിക്കടയിലാണെങ്കിലും സാധനം മേടിക്കാൻ ചെല്ലുകയാണെങ്കിൽ അവർ ബില്ല് വെച്ചോണ്ട് ബില്ല് തിരിച്ചു കൊടുക്കുമ്പോഴാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്ന ഇന്ന ഡേറ്റിൽ ഇന്ന ആള് ഇത്ര രൂപയ്ക്കുള്ള സാധനം പർച്ചേസ് ചെയ്തായിരുന്നു എന്നുള്ള രീതിയിൽ. നമ്മൾ ഇത് ശരിക്കും പറഞ്ഞ എന്താണ്, ഒരു തെളിവാണ്, ഒരു സോഴ്സ് ഡോക്യുമെന്റ് എന്ന് നമുക്കിതിനെ വിളിക്കാൻ പറ്റും. അപ്പൊ ഈ ബില്ലിനെ തന്നെ നമ്മൾ അക്കൗണ്ടിങ് ഭാഷയിൽ പറയുന്ന ഒരു വേറെ പേരാണ് എന്ത്, വൗച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ശരാശരി ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വൗച്ചർ നമുക്ക് കാണാൻ പറ്റും. അതായത് അവിടെ എങ്ങനെയായിരിക്കും അത് കാണാൻ, അതിലൊരു ഫേമിന്റെ നെയിം കാണും, അതായത് ഒരു ഏത് സ്ഥാപനത്തിനാണ് നമ്മൾ ആ ഒരു വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ അത് കാണും, വൗച്ചറിന്റെ നമ്പർ കാണും, യുണീക്ക് ആയിട്ടുള്ളത്, ഇനി ഡേറ്റ്, എന്നാണ് ആ ഒരു ഫേം എന്താണ് ഈ ട്രാൻസാക്ഷൻ നടത്തിയെന്നുള്ള ഡേറ്റ് കാണും, ഇനി ഡെബിറ്റ് എമൗണ്ട് ആണോ ക്രെഡിറ്റ് എമൗണ്ട് ആണോ അതനുസരിച്ച് കാണും, ഇനി എമൗണ്ട് കാണും, നരേഷൻ, അതായത് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ എന്താ സെയിൽ നടത്തിയോ പർച്ചേസ് നടത്തിയോ എന്താ സംഭവം എന്നുള്ളത് അതിനെ ഒരു ചുരുക്കി എഴുതുന്നതാണ് നരേഷൻ. പിന്നെ ഓഥറൈസ്ഡ് ബൈ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓഫീസറോ ഒക്കെ ആയിരിക്കാം. അത് ജെന്യുവൻ ആണോ എന്ന് പറഞ്ഞ് ഓഥറൈസ് ചെയ്യുന്ന ആള് സൈനും സീലും ഒക്കെ വരുന്നതാണ് ഒരു
ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വൗച്ചറിന്റെ ഒരു സാമ്പിൾ. ഇനി നമുക്ക് ഇതൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കാറില്ല. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം വരേണ്ടത് എന്താണ്? ഇതും വൗച്ചറിന്റെ ബാക്കി തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെബിറ്റ് വൗച്ചർ ഉണ്ട്. അതായത് ഒരു ഫേം അല്ലെങ്കിൽ ഒരാളുടെ പേരിൽ നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വൗച്ചറാണ് കൊടുക്കുക. ഇപ്പോൾ ഡെബിറ്റ് വൗച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ വൗച്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യും. ഇനി ക്രെഡിറ്റ് വൗച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പം ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ വൗച്ചർ വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒത്തിരി കൂടുതൽ അധികം എൻട്രീസ് നമുക്ക് ഒരു 10 എൻട്രീസ് നമ്മൾ 1, 2, 3, 4 അങ്ങനെ പറഞ്ഞ് ഒരു 10 എഴുതുന്നേക്കാളും ഒരു 10 ബില്ല് എഴുതുന്നതിനേക്കാളും നല്ലത് സ്ഥിരമായിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാരാണ്, സപ്ലയേഴ്സ് ആണ് നമ്മുടെ എങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ ബില്ല് തന്നെ ഇതിന്റെ ഇങ്ങനെ ഡീറ്റെയിൽസുകൾ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. അപ്പം കുറച്ചുകൂടി എന്താണ് ഈസി വർക്കിന് വേണ്ടിയിട്ടാണ്, ട്രാൻസാക്ഷൻസിന് എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്, വൗച്ചറിന്റെ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അതായത് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇത് നമുക്ക് നല്ല തറോ ആയിട്ട് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ബിക്കോസ് ഇതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നത്. ട്രാൻസാക്ഷൻസ് പഠിക്കുക അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും ഫസ്റ്റ് നമ്പർ സ്റ്റെപ്പാണ് എന്ത്? അക്കൗണ്ടിങ് ഇക്വേഷനെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 3 എലിമെന്റ്സ് ഉണ്ട്. എ, എൽ, സി. എ ഈക്വൽസ് എൽ പ്ലസ് സി. എ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചായിരുന്നു അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പഠിച്ചായിരുന്നു, റൈറ്റ്? പിന്നെ നമ്മൾ ഇതിന്റെ തന്നെ ട്രാൻസാക്ഷൻസിൽ വരുന്നതിന് മുന്നേ തന്നെ പഠിച്ചായിരുന്നു അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു. ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളും കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു, ടൈപ്സ് കണ്ടായിരുന്നു. ഇനി ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, മൂലധനം. ഒരു ബിസിനസ്മാൻ സ്ഥാപനത്തിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മുടക്കുന്ന ആ ഒരു ഫണ്ട്, അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. അങ്ങനെയൊക്കെ നമ്മൾ കോൺസെപ്റ്റുകൾ പഠിച്ചു. ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇനി ഓരോ ട്രാൻസാക്ഷൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ ചുമ്മാ റെക്കോർഡ് ചെയ്യുക അല്ല. അപ്പം നമുക്ക് ഇതിൽ നിന്നുള്ള ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഒക്കെ നമുക്ക് വേർതിരിച്ചെടുത്തിട്ട് വേണം റെക്കോർഡിങ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഏറ്റവും ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് ഇൻ SBI വിത്ത് എൻ എമൗണ്ട് ഓഫ് 4,80,000. അപ്പൊ ഇവിടെ എന്താണ്, ആദ്യത്തെ ട്രാൻസാക്ഷൻസ് ആണ് ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എടുക്കുക, അത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. എ ഈക്വൽ ടു എൽ പ്ലസ് സി. അപ്പൊ നമുക്കറിയാം ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഒരു ബാങ്കിലോട്ട് പോകുന്നു അല്ലെ. ഇപ്പൊ ഇവിടെ SBI കൊടുത്തിരിക്കുന്നെങ്കിൽ ഈ ബാങ്കിലോട്ട് നമ്മൾ പോവുകയാണ്. ഇനി നമ്മുടെ കയ്യിൽ ഇരുന്ന പൈസ, ക്യാഷ് ആയിട്ട് ഇരുന്ന പൈസ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇടുകയാണ് അല്ലെ. ഇത് എത്രയുണ്ട്, 4,80,000 റുപ്പീസ് നമ്മുടെ കയ്യിൽ പൈസയായിട്ട് ഇരുന്നതിനെ നമ്മൾ ബാങ്കിന്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ ഇടുകയാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ചെലവാക്കുകയാണോ ചെയ്തത്? അല്ല, നമ്മളിവിടെ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് അങ്ങോട്ട് പൈസ കളയുമല്ല ചെയ്തത്. നമ്മുടെ കയ്യിൽ ഇരുന്ന പൈസ, അതിനെ നമ്മൾ അസറ്റ് എന്ന് വിളിക്കുന്നു. നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഇരുന്ന പൈസേനെ നമ്മൾ എങ്ങോട്ടിട്ടു? ബാങ്കിന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടു. ബാങ്ക് അക്കൗണ്ടിലോട്ട് നമ്മൾ ഇട്ടു. അപ്പൊ കയ്യിലിരുന്ന അസറ്റ് നമുക്ക് എന്ത് സംഭവിച്ചു? കുറഞ്ഞു. ബാങ്കിൽ ഉണ്ടായിരുന്ന പൈസ, ബാങ്കിലും ക്യാഷ് ആയിട്ടാണ് കിടക്കുന്നത്, അത് നമ്മുടെ അസറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ബാങ്കിൽ ഉണ്ടായിരുന്ന പൈസ ഇൻക്രീസ് ആയി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നമുക്കൊരു ട്രാൻസാക്ഷൻ, ഈ ആദ്യത്തെ ട്രാൻസാക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, ഇവിടെ അസറ്റ്, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ് എന്നും പറയും, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ആയി. അതേപോലെ തന്നെ ബാങ്കിലെ പൈസ, അതായത് ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ് ഡിക്രീസ് ആയി, ക്യാഷ് അറ്റ് ബാങ്ക് ഇൻക്രീസ് ആയി. ഇതാണ് ഇവിടെ നടന്ന രണ്ട് സംഭവങ്ങൾ. അസറ്റ് ക്യാഷ് ഇൻ ഹാൻഡ് കുറഞ്ഞു, ക്യാഷ് അറ്റ് ബാങ്ക് കൂടി. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ലോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെ. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. ബോട്ട് ഫർണിച്ചർ ഫോർ ₹60,000. 60,000 ഫർണിച്ചർ നമ്മൾ മേടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ട്രാൻസാക്ഷൻ പേ ചെയ്തത് എങ്ങനെയാണ്? ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടാണ് പേ ചെയ്തതെന്ന് പറഞ്ഞു. വാസ് ഇഷ്യൂഡ് ഓൺ ദ സെയിം ഡേ. ചെക്ക് അതാ ദിവസം തന്നെ നമ്മൾ കൊടുത്തു. അപ്പൊ പൈസ നമുക്ക് ആലോചിച്ച് നോക്കുക. പൈസ നമ്മൾ എവിടുന്നാ പോവുക? എന്താ നമുക്ക് ഇവിടെ ഉണ്ടായ നേട്ടം? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫർണിച്ചർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ മേടിച്ചപ്പം
അപ്പൊ അതൊരു അലമാരിയോ അല്ലെങ്കിൽ ഒരു സോഫയോ അങ്ങനത്തെ ടൈപ്പോ എന്തോ ആവാന്ന് വിചാരിക്കും. അത് നമ്മുടെ ബിസിനസ്സിലോട്ട് വന്നു. അപ്പൊ അതോടെ നമ്മുടെ അസറ്റ് എന്ത് സംഭവിച്ചു? ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ആസ്തിയാണ്, അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ആയി. അതേ സ്ഥാനത്ത് നമുക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു കയ്യിൽ നിന്നാണ് പൈസ പോയിരിക്കുന്നത്. ബാങ്കിൽ നിന്നാണ്, ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന വഴി ബാങ്കിൽ നിന്നാണ് പൈസ പോയിരിക്കുന്നത്. അപ്പം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സംഭവിച്ചു? പൈസ ബാങ്ക് നമ്മൾ പറഞ്ഞു ഓൾറെഡി അതൊരു അസറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം കയ്യിലോട്ടുള്ള ഒരു ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റ് ഇൻക്രീസ് ആയി. അതേപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ആയി. ഓക്കെ, കയ്യിലുണ്ടായിരുന്ന പൈസ ബാങ്കിൽ നിന്ന് കുറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? അസറ്റ് ഇൻക്രീസ് ആയി 60,000ഓളം. പിന്നെ ബാങ്കിൽ 60,000 ഉണ്ടായിരുന്നത് കുറയുകയും ചെയ്തു. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു ട്രാൻസാക്ഷനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ആണ് ബോട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ എന്ത് ചെയ്തു? ₹1,25,000 മേടിച്ചു. ആൻഡ് ആൻ അഡ്വാൻസ് ഓഫ്, അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? നമ്മൾ എന്തായാലും ₹1,25,000 കൊടുക്കണം. അപ്പൊ അഡ്വാൻസ് ആയിട്ട് നമ്മളൊരു ₹10,000 കൊടുത്തിട്ട് പോന്നു അല്ലെ? അപ്പൊ ഇനി എത്ര കൊടുക്കാനുണ്ട്? ₹1,15,000 നമുക്കിനി അയാൾക്ക് കൊടുക്കാനുണ്ട്, നമ്മൾ മേടിച്ച കടയിൽ നിന്ന് അല്ലെ? അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിച്ചത്? ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിച്ചത് വഴി നമുക്ക് എന്ത് ചെയ്തു? നമ്മുടെ അസറ്റ് ഇൻക്രീസ് ആയോ? ആയി. ഇനി അഡ്വാൻസ് എന്ന് പറയുന്നത് എന്താണ്? ₹10,000 നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്താണ് അല്ലെ? ക്യാഷ് ആയിട്ട് കൊടുത്താണ്. അപ്പൊ ക്യാഷ് എന്ത് ചെയ്തു? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ആയി. പിന്നെ വേറൊരു സംഭവം കൂടി നടന്നു. ഇവിടെ എന്താണ്? 1,15,000 എന്ന് പറയുന്ന ഒരു ലൈബിലിറ്റിയും കൂടി ഇവിടെ വരുത്തി വെച്ചു അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതായത് 1,25,000 ഒരു അസറ്റ് നമ്മുടെ കയ്യിലോട്ട് വന്നു. ഇനി അസറ്റ് എന്ത് സംഭവിച്ചു? ഒരു ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന രീതിയിൽ ഒരു 10,000 ഇവിടെ കുറഞ്ഞു കിട്ടി. പിന്നെ ലൈബിലിറ്റി ഇനത്തിൽ എന്ത് സംഭവിച്ചു? ലൈബിലിറ്റി എന്താ ഇവിടെ സംഭവിച്ചത്? ബാധ്യത ഇവിടെ കൂടി അല്ലെ? ഈ ഒരു ട്രാൻസാക്ഷൻ വരുന്ന വഴി ബാധ്യത കൂടി. എത്ര കണ്ട് കൂടി? 1,15,000 വെച്ച് ഇൻക്രീസ് ആയി. അപ്പൊ ഇതാണ് അൾട്ടിമേറ്റ്ലി വരുന്ന ട്രാൻസാക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ജേർണൽ എൻട്രിയിൽ. ഓക്കെ, ഇനി അടുത്താണ് എന്ത്? നമുക്ക് നോക്കാം. നാലാമത്താണ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മെസേഴ്സ് സുമിത് ട്രേഡേഴ്സ്. സുമിത് ട്രേഡേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഇനി എന്ത് മൂല്യം വരുന്ന ഗുഡ്സ് ആണ്? 55,000 വരുന്ന ഗുഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാം. ഇപ്പം പാർട്ടിയുടെ പേര് മെൻഷൻ ചെയ്ത് എടുത്തു പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് എന്ത് ട്രാൻസാക്ഷൻ ആണ്? ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? അപ്പൊ നമ്മള് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അന്നേരം തന്നെ പൈസ കൊടുത്തു എന്നാണോ ഇവിടെ ഉദ്ദേശം വരുന്നത്? അല്ല, അവർക്ക് നമ്മൾ വാടക പറഞ്ഞു. അതായത് നമ്മൾ പറഞ്ഞു നാളെ തരാം, മറ്റന്നാൾ തരാം, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് തരാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോകുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഗുഡ്സ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ആയി. എത്ര കണ്ട് ഇൻക്രീസ് ആയി? 55,000 ഗുഡ്സ് നമ്മുടെ ഗോഡൌണിൽ വന്നു. ഇനി അതുകൂടാണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? മെസേഴ്സ് സുമിത് എന്ന് പറയുന്ന ആരായി? നമ്മുടെ ഈ ഒരു ട്രാൻസാക്ഷൻ മൂലം അവര് നമ്മുടെ ഒരു ബാധ്യത, ലയബിലിറ്റി ഇൻക്രീസ് ആയി ഇവിടെ സംഭവിച്ചു. ആ ഒരു ബാധ്യതയും കൂടി നമ്മുടെ തലയിലോട്ട് വന്നു. അപ്പൊ എത്ര രൂപയുടെയാണത്? 55,000 ബാധ്യതയും കൂടി നമ്മൾ വരുത്തി വെച്ചു ഈ ഒരു ഒറ്റ ട്രാൻസാക്ഷനിൽ. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ട്രാൻസാക്ഷൻസിന് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ A=L+C എന്ന് പറയുന്നത് നമ്മൾ ഇടുന്നത് ഒരു രീതി പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മളിത് ട്രാൻസാക്ഷൻസ് ഒക്കെ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് രൂപത്തിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ അസറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാച്ചിങ് കോൺസെപ്റ്റ് പ്രകാരം പറഞ്ഞാണ് അല്ലെ? ലെസൺ 2 ചാപ്റ്റർ 2 നമ്മൾ പഠിച്ചായിരുന്നു മാച്ചിങ് കോൺസെപ്റ്റ്. നമ്മുടെ ഒരു വർഷത്തിലെ അസറ്റ്സും അതേപോലെ തന്നെ ബാധ്യതകളും ഇൻകംസും എന്താവണം? മാച്ച് ആവണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ്? നമ്മുടെ അസറ്റ്സ് 6,80,000 ഉണ്ട്. ഇനി ലൈബിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാലും ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് വരും? സെയിം എമൗണ്ട് തന്നെ വരും. നമ്മൾ അടുത്ത പഠിക്കാൻ പോകേണ്ടതാണ്, അതായത് യൂസിങ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതായത് ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും യൂസേജ് ആണ് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും പലപ്പോഴും കൺഫ്യൂസ് ആവാറുണ്ട്. ഈ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ റൂൾ ഉണ്ട്. അക്കൗണ്ടൻസിയിലെ ഗോൾഡൻ റൂൾ എന്ന് നമ്മൾ ഇവരെ വിളിക്കും. ഇത് അത്യാവശ്യം നമ്മൾ ബൈഹാർട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു 90% എൻട്രീസ് നമുക്ക് വളരെ നീറ്റായിട്ട് നമുക്ക്
മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അകത്തെ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ വേർതിരിച്ച് നമ്മുടെ കൺമുന്നിൽ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം പോലെ AI സിസ്റ്റം പോലെ കാണാൻ പറ്റും. അപ്പൊ ഒരിക്കലും നമ്മൾ അതിന്റെ കൺഫ്യൂസ്ഡ് ആവുകയില്ല. അപ്പൊ നമുക്ക് നോക്കാം, വാട്ട് ഈസ് എ ഗോൾഡൻ റൂൾ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അക്കൗണ്ടൻസിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ റൂൾ എന്ന് പറയുന്നത്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ചിന്തിക്കുക ക്യാഷിന്റെ കാര്യത്തിൽ അത് കയ്യിലോട്ട് വരുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവന് നമുക്ക് ഡെബിറ്റ് എന്ന് കൊടുക്കണം. ഇനി കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവന് നമ്മൾ ക്രെഡിറ്റ് എന്ന് കൊടുക്കണം. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ അനലൈസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് സാലറി പേ ചെയ്തു. ഓക്കെ, നമ്മളൊരു എംപ്ലോയിക്ക് നമ്മൾ സാലറി കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മുടെ കയ്യിലോട്ട് പൈസ വരുന്ന പരിപാടിയാണോ അതോ കയ്യിൽ നിന്ന് പൈസ പോകുന്ന പരിപാടിയാണോ? സ്വാഭാവികമായിട്ടും കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഒരു സംഭവമാണ് സാലറി പേ ചെയ്യൽ. അപ്പം എന്ത് സംഭവിക്കും? സാലറി അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കും. ഓക്കെ, ഇനി നമുക്കൊരു കമ്മീഷൻ കിട്ടുവാണ്, ഒരു 100 രൂപ കമ്മീഷൻ കിട്ടുവാണെന്ന് ഓർക്കുക. എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ വഴി നമുക്കൊരു 100 രൂപ കമ്മീഷൻ കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കമ്മീഷൻ അക്കൗണ്ടിന് നമ്മൾ എന്ത് കൊടുക്കണം? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നാണ്. അപ്പം കമ്മീഷനാണ് നമ്മുടെ കയ്യിലോട്ട് ഇന്നായത് അല്ലെങ്കിൽ വന്നത്. അപ്പൊ ആ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് കൊടുക്കണം. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ റൂൾ. അപ്പൊ നമുക്ക് ഓൾറെഡി ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് വഴി നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു അക്കൗണ്ട് ആണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. അപ്പം അതിന് നമുക്കൊരു T ഫോർമാറ്റ് അല്ലെങ്കിൽ T അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു T ഫോർമാറ്റിലാണ് ബേസിക്കലി ഡ്രോ ചെയ്യുന്നത്. ഒരു ലെഡ്ജർ ഡ്രോ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു T ട്രാൻസാക്ഷൻ പോലെയാണ് വരിക. ഒന്നാമത്തെന്ന് പറയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെബിറ്റ് സൈഡ് ആണ്, റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ക്രെഡിറ്റ് സൈഡ് ആണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇതിന്റെ അകത്തെ ഒരു കോളമുകൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഡേറ്റ് വരും, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇപ്പുറത്തും ഇതേപോലെ തന്നെ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ്. ഇതിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ T അക്കൗണ്ട് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. T അക്കൗണ്ട് എന്ന് വിളിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ പ്രിപ്പറേഷൻ രീതി കൊണ്ടാണ്. ഇത് T ഫോർമാറ്റിൽ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ തുടക്കം. അപ്പൊ അതുകൊണ്ടാണ് അതിനെ T അക്കൗണ്ട് എന്ന് നമ്മൾ വിളിക്കും. ഇന്ന് നമുക്കറിയാം ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. ഡെബിറ്റ് സൈഡിൽ ഓരോ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നു, അതിന്റെ എമൗണ്ട് ഇടുന്നു. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, എമൗണ്ട് ഇടുന്നു. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിൽ റെക്കോർഡ് ചെയ്യുന്നു, അതിന്റെ എമൗണ്ടുകൾ എഴുതുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ ബാലൻസ് ചെയ്യുന്നു. ബാലൻസിങ് ഫിഗേഴ്സ് വരാം ചിലപ്പം, അല്ലെ? ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ബാലൻസ് ആവാതെ വന്നു കഴിഞ്ഞാൽ ബാലൻസിങ് ഫിഗറുകൾ നമ്മൾ എടുത്ത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. സാധാ ബാക്കിയെല്ലാം നമ്മൾ നോർമൽ അക്കൗണ്ടിങ് ചെയ്യുന്ന പോലെ തന്നെ വരുന്നു. അപ്പൊ ഇനി നമുക്കെന്ന് വെച്ചാൽ കുറച്ച് റൂൾസ് ആണ് പഠിക്കേണ്ടത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് വെച്ചാൽ അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസസ് ആൻഡ് ലോസസ്, റവന്യൂസ്, ഗെയിൻസ്, ഇതിനെല്ലാം ഓരോ റൂൾസ് ഉണ്ട്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് പറഞ്ഞത് ഇതായിരുന്നു. എന്തായിരുന്നു? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇത് മാത്രം അങ്ങോട്ട് മനസ്സിലാക്കി വെക്കുക. അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക 90% ട്രാൻസാക്ഷൻസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. അതായത് ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻസും അത് വെച്ചുള്ള അനാലിസിസും നോക്കാം. അപ്പൊ ആദ്യമേ ഇവിടെ പറയുന്നുണ്ട്, രോഹിത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakh. അതായത് രോഹിത് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എത്ര ഫണ്ടാണ് മുടക്കിയത്? ₹5 lakh ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്, രണ്ട് കോൺസെപ്റ്റുകളാണുള്ളത്. ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും രോഹിത് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? പുള്ളിയുടെ കയ്യിലിരുന്ന പൈസ, അല്ലെ, പുള്ളിയുടെ കയ്യിൽ ക്യാഷ് ആയിട്ടിരുന്ന സാധനം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ചാപ്റ്റർ നമ്പർ 1, 2 തിയറി പഠിച്ചപ്പോൾ പഠിച്ചു. അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ അയാളുടെ പൈസ ബിസിനസ്സിലോട്ട് ഇട്ടാൽ അയാൾ വേറൊരു വ്യക്തിക്ക് പൈസ കൊടുക്കുന്നതിന് തുല്യമാണ്. അതായത് ഒരു ബിസിനസ് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടാണെങ്കിൽ പോലും അയാൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. സോ അപ്പം ഒരു വ്യക്തി മറ്റൊരാൾക്ക് പൈസ കൊടുത്ത രീതിയിലാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇയാളുടെ കയ്യിലിരുന്ന ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. ഇനി
എന്ത് സംഭവിച്ചു? ബിസിനസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ബിസിനസിന്റെ സൈഡിൽ നോക്കുമ്പം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്യാപിറ്റൽ എന്ത് ചെയ്തു? ഇത് വന്നു. ഇനി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, ഇതൊരു ബാധ്യതയാണ്. അതായത് നമുക്ക് ഈ ഒരാൾ ഇങ്ങോട്ടേക്ക് പൈസ തന്നു, നമ്മൾ ഈ ഒരു ബിസിനസ് പൂട്ടിപ്പോയി കഴിയുമ്പോൾ അവസാനിക്കുമ്പം ഈ പൈസ തിരിച്ച് ഇതിന്റെ ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനൊരു ബാധ്യതയാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം എന്താ സംഭവിച്ചത്? ബിസിനസിന്റെ കയ്യിലോട്ട് പൈസ വരിക ചെയ്തത്, അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടുത്തെ രണ്ട് കോൺസെപ്റ്റ് എന്തൊക്കെയാണ്? രണ്ട് ആസ്പെക്റ്റ് ആണ് ക്യാഷും ക്യാപിറ്റലും. ക്യാഷും ക്യാപിറ്റലും നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അങ്ങനെ പഠിച്ചായിരുന്നു, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ കയ്യിലോട്ട് വരുന്ന സംഭവം? എന്താണ്? ക്യാപിറ്റൽ ആണെന്ന് ഓൾറെഡി അറിയാം. അതല്ലാണ്ട് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണെങ്കിൽ പോലും അത് എന്താ സാധനം? ക്യാഷ് ആണ് സംഭവം. അപ്പം ക്യാഷ് ഇവിടെ എന്ത് സംഭവിച്ചു? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞതിന് ഡെബിറ്റ് കൊടുക്കുക. ഇനി ഈ ക്യാഷ് വന്നത് എന്ത് കാരണം കൊണ്ടാണ്? അതിന്റെ പേരാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനമാണ് ആക്ച്വലി നമുക്ക് വന്നത്. അപ്പൊ അതിന് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കുക. അപ്പൊ നമ്മുടെ എൻട്രി നമ്മൾ എങ്ങനെ എഴുതണം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെ രണ്ട് അക്കൗണ്ടുകളാണ് നമ്മൾ ഇവിടെ ഉള്ളത്. ഇനി ഈ രണ്ട് അക്കൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നമ്മൾ ഇതിനെ ലെഡ്ജേഴ്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇതാണ് ഒരു ആവറേജ് അക്കൗണ്ടിങ്ങിന്റെ എൻട്രി. പിന്നെ എത്രയാണ് എമൗണ്ടുകൾ എഴുതാൻ മറക്കരുത്. എത്രയാണ്? 5 lakh ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh ഇങ്ങോട്ട് എഴുതുക. പിന്നെ എപ്പോഴും നമ്മൾ ഓർക്കുക, ജേർണൽ എൻട്രി നമ്മൾ എപ്പോൾ എഴുതിയാലും നമ്മൾ നരേഷൻ എഴുതാൻ വിട്ടുപോകരുത്. നരേഷൻ എഴുതിയില്ലെങ്കിൽ അതിനാണെങ്കിലും ഒരു 1/2 മാർക്കോളം 1 മാർക്കോളം ഒക്കെ ആയിട്ട് കുറയ്ക്കാറുണ്ട് ടീച്ചേഴ്സ്. അപ്പം എൻട്രി നമ്മൾ ഇതുപോലെ തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. രോഹിത് സ്റ്റാർട്ടഡ് ബിസിനസ്, അല്ലെങ്കിൽ എന്താണ്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 5 lakh. അങ്ങനെ എന്ത് വേണേലും നമുക്ക് എഴുതാം. പക്ഷെ അത് എഴുതാൻ ഒരിക്കലും മറന്നു പോകരുത്. ഇനി അടുത്ത ഒരു ട്രാൻസാക്ഷൻ നമുക്ക് അനലൈസ് ചെയ്യാം. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ എന്താണ്, ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അല്ലെ? ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു വിത്ത് റുപ്പീസ് 4,80,000. 4,80,000 വെച്ച് നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പൊ എന്താ അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇവിടെയാണ് നമ്മൾ നടന്നു പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ബാങ്കിലോട്ട് കൊണ്ടുപോയി നമ്മുടെ കയ്യിലിരുന്ന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 4,80,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യുവാണ്? ആ ബാങ്കിന്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ ഇടുവാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ചെലവാണോ ഇവിടെ സംഭവിച്ചത്? അല്ല. ഈ നമ്മുടെ കയ്യിലിരുന്ന പൈസനെ തന്നെ നമ്മൾ എടുത്ത് എന്ത് ചെയ്തു? ബാങ്ക് അക്കൗണ്ടിലോട്ട് കൊണ്ട് ഇട്ടു. ഇത് മാത്രമാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ. അപ്പം എന്താ ഇവിടെ നഷ്ടമൊന്നും ഇല്ലേ പോലും നമ്മൾ ചിന്തിക്കുക, എന്താ അവിടെ അക്കൗണ്ടിൽ പൈസ കുറഞ്ഞു, അല്ലെ? അപ്പൊ ഇവിടുത്തെ രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്? ക്യാഷും ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടുമാണ് ഇവിടുത്തെ രണ്ട് ആസ്പെക്റ്റുകൾ. ഇനി ഇവിടെ എന്താ സംഭവിച്ചത്? ഏത് അക്കൗണ്ടാണ് ഇൻക്രീസ് ആയത്, ഏത് അക്കൗണ്ടാണ് ഡിക്രീസ് ആയത്? ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി, അല്ലെ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പൊ ഏത് അക്കൗണ്ടിലോട്ടാണ് പൈസ ഇൻക്രീസ് ആയത്? നമ്മുടെ കയ്യിൽ നിന്ന് പോയ പൈസ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് കൂടുതലായത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 4,80,000 ടു ക്യാഷ് അക്കൗണ്ട് 4,80,000 എന്നത് എഴുതുന്നു. പിന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും നരേഷൻ ഒക്കെ സ്വന്തമായിട്ട് എഴുതാൻ നോക്കുക. നരേഷന് വേണ്ടിയുള്ള സ്പേസ് വിട്ടേക്കാം. ഇത് ഇതേപടി എഴുതുക. എന്താണ്? ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. ഇതാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. അവിടെ ഒരു ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ടായിരിക്കും, അവിടെ ഒരു ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ടായിരിക്കും. പിന്നെ അവ എഴുതേണ്ട ഒരു രീതിയുണ്ട്. ഒരു എൻട്രി ഡെബിറ്റ് ആസ്പെക്ട് ഇവിടെ വന്നു, അതിന്റെ എമൗണ്ട് എഴുതി കഴിഞ്ഞാൽ താഴത്തെ എൻട്രി എഴുതുമ്പോഴത്തേക്കും ഇച്ചിരി സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ ഇവിടെ എഴുതാൻ. പിന്നെ നരേഷനുള്ള സ്പേസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്? ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ നമ്മുടെ എൻട്രിയിൽ ഉണ്ടാവണം. ഇനി നമുക്ക് നോക്കാം അടുത്ത മൂന്നാമത്തെ ട്രാൻസാക്ഷൻ. ബോട്ട് ഫർണിച്ചർ ഫോർ ₹60,000 ആൻഡ് ഇഷ്യൂഡ് ചെക്ക് ഫോർ ദ സെയിം. അതായത് നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ ഫർണിച്ചർ മേടിച്ചു, അല്ലെ? ഫർണിച്ചർ മേടിച്ചു, എന്നിട്ട് അതിന് പകരം നമ്മൾ ചെക്കാണ് കൊടുത്തത്. അപ്പൊ അതിൽ യാതൊരു തെറ്റുമില്ല, അല്ലെ? നമ്മളിപ്പോ ഒട്ടുമിക്ക ട്രാൻസാക്ഷൻസ് നടത്തുന്നത് എങ്ങനെയാണ്? ഗൂഗിൾ പേ വഴിയും പേടിഎം വഴിയും കാർഡ് വഴിയും ഒക്കെ ട്രാൻസാക്ഷൻസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെയും ഇതുപോലെ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഫർണിച്ചർ മേടിച്ചു. അപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പോകുന്നു, ഷോപ്പിൽ പോകുന്നു, നമ്മൾ അവിടുന്ന് ഒരു ഫർണിച്ചർ മേടിച്ചുകൊണ്ട് വരുന്നു, അല്ലെ? ഫർണിച്ചർ മേ ബി സോഫയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആവാം. നമ്മളത് മേടിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് കൊടുക്കുന്നു, അല്ലെ? അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ചേ.
നമ്മുടെ കയ്യിലോട്ട് വന്നത് ഫർണിച്ചർ അല്ലെ, ഇതുവരെ ഇല്ലാത്ത ഫർണിച്ചർ നമ്മുടെ കയ്യിലോട്ട് വന്നു, അസറ്റ് ഇൻക്രീസ് ആയി എന്ന് ആലോചിക്കുക. പിന്നെ നമ്മൾ ചെക്ക് കൊടുക്കുന്ന വഴി എവിടുന്നാണ് പൈസ പോയത്? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പൈസ കുറഞ്ഞത്, ഡിക്രീസ് ആയത്. അപ്പം അസറ്റ് ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ആയി, കയ്യിലുണ്ടായിരുന്ന ഈ ഒരു അസറ്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ അസറ്റ് ഡിക്രീസ് ആയി. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ നമ്മുടെ ജേർണൽ എൻട്രി, നമ്മുടെ ആ ജേർണൽ എൻട്രി എങ്ങനെ നമ്മൾ എഴുതുന്നു? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന് നമ്മൾ എഴുതുന്നു അല്ലെ. അപ്പൊ നമ്മുടെ എൻട്രി നമുക്കറിയാലോ എങ്ങനെയായിരിക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുക, ശരിയാണോ ഇല്ലയോ എന്ന് അറിയാൻ കേട്ടോ. അപ്പൊ നമ്മൾ എഴുതുന്ന എൻട്രി എന്ന് പറയുമ്പം ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 60,000 ടു ബാങ്ക് അക്കൗണ്ട് 60,000. ഇനി നരേഷൻ എന്താണ്? ബോട്ട് ഫർണിച്ചർ ഫോർ ₹60,000 പെയ്ഡ് ബൈ ബാങ്ക് എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെ, ബോട്ട് ഫർണിച്ചർ എന്ന് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതുക. ഇതാണ് നമ്മുടെ എൻട്രി വരിക, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 60,000 ടു ബാങ്ക് അക്കൗണ്ട് 60,000. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെ കുറെ ട്രാൻസാക്ഷൻസ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഗുഡ്സ് പർച്ചേസ് ഫ്രം സുമിത് ട്രേഡേഴ്സ്, അങ്ങനെ കുറെ ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി റിവൈസ് ചെയ്യുക. ഇതൊക്കെ വളരെ സിമ്പിൾ ട്രാൻസാക്ഷൻസ് ആണ്. ഇത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തേക്കുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് ₹8 lakh ആസ് ക്യാഷ് ആൻഡ് ₹50,000 ബൈ സ്റ്റോക്ക്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷനിലോട്ട് ഇടാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ബിസിനസ്മാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്തൊക്കെ ഇട്ടിട്ടാണ് പുള്ളി? ക്യാഷ് ആയിട്ട് ഒരു 8 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ പുള്ളി എന്ത് ചെയ്തു? സ്റ്റോക്ക് ആയിട്ട് ബിസിനസ്സിലോട്ട് കുറച്ച് സ്റ്റോക്ക് വേണമായിരുന്നു അല്ലെ, സ്റ്റോക്ക് ഒരു 50,000 rupees കൂടി ഇൻവെസ്റ്റ് ചെയ്തു. ഈ രണ്ടും വെച്ചോണ്ടാണ് ഈ പുള്ളി എന്ത് ചെയ്തത്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് കമൻസ്ഡ് എന്നൊക്കെ പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? രണ്ട് കോൺസെപ്റ്റ് ഏതൊക്കെയാണ്? ഈ രണ്ട് കോൺസെപ്റ്റ് എന്ന് പറയുമ്പം നമുക്കറിയാം, ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു അസറ്റ് ആണെന്ന് അറിയാം. അസറ്റ് ഇൻക്രീസ് ആയി. സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു അസറ്റ് ആണ്, അത് ഇൻക്രീസ് ആയി എന്ന് നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ ട്രാൻസാക്ഷനിലോട്ട് ഇടും? നോക്കിക്കേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതുക. അസറ്റ്സ് ഈക്വൽസ് എൽ പ്ലസ് സി എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ടും അസറ്റ് ആണ് വന്നേക്കണേ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ അസറ്റായ 8 lakh പ്ലസ് എന്ത് സംഭവിച്ചു? ഇനി ഇവിടെയാണോ എഴുതേണ്ടത്? ഒരിക്കലും അല്ല, ഇവിടെ അല്ല എഴുതേണ്ടത്, മറിച്ച് 50,000 എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റ് ആണ് അല്ലെ. അപ്പം 8 lakhും പിന്നെ ഒരു 50,000 കൂടി കൂട്ടിയാൽ ടോട്ടൽ അസറ്റ്സ് ഈസ് 8,50,000 എന്ന് നമുക്ക് പറയാം. ഇത് നമ്മുടെ ആസ്തിയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ബിസിനസ് പൂട്ടി പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ അവസാനിച്ച് നിർത്തുന്ന സമയത്ത് നമ്മൾ ഈ 8 lakh കൊടുത്താൽ മതിയാവുമോ? പോരാ, ഈ സ്റ്റോക്കിനുള്ള 50,000 കൂടി കൊടുക്കണ്ടേ? വേണം. അപ്പൊ നമ്മുടെ ടോട്ടൽ ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് 8,50,000 നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലെ. അസറ്റ് എന്നുള്ള നിലയിൽ 8,50,000 വന്നു. അതേപോലെ തന്നെ അതിന്റെ ഒപ്പം ലൈബിലിറ്റി ആയിട്ടും ക്യാപിറ്റൽ ആയിട്ടും നമുക്ക് എന്ത് സംഭവിച്ചു? 8,50,000 നമ്മുടെ അക്കൗണ്ടിൽ വന്നു. ഇതാണ് നമ്മൾ ആദ്യത്തെ അനാലിസിസ് നടത്തുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കി ട്രാൻസാക്ഷൻസിനെ ഒക്കെ അനലൈസ് ചെയ്യേണ്ടത്, അക്കൗണ്ടിങ് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താണ് നമ്മൾ കാണുന്നത്? ഇനി നമുക്ക് നോക്കാം. അതായത് അടുത്ത ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പർച്ചേസ് പ്ലാൻ ഫോർ ₹3 lakh ബൈ പേയിങ് 15,000 ഇൻ ക്യാഷ് ആൻഡ് ബാലൻസ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷനെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് പ്ലാന്റ് ആണ്, പ്ലാന്റ്. ഇനി നമ്മൾ കൊമേഴ്സുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴും ആലോചിച്ച് നോക്കുക, പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ച പോലെ പ്ലാന്റ്സ്, ആനിമൽസ് എന്ന് പറയുന്ന പ്ലാന്റ് അല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ എന്താണ് പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഫാക്ടറി കെട്ടിടങ്ങളാണ്. ഓക്കെ, പ്ലാന്റ്, പ്രൊഡക്ഷൻ പ്ലാന്റ് എന്നൊക്കെ പറയല്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ് ഉദ്ദേശിക്കുന്നത്. വരച്ചപ്പോൾ ഒരു കപ്പൽ പോലെയൊക്കെ ഉണ്ടെങ്കിലും സംഭവം മനസ്സിലാക്കുക. പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഫാക്ടറി കെട്ടിടം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പ്ലാന്റ് നമ്മൾ പർച്ചേസ് ചെയ്തു, ആ ഒരു നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്തു അല്ലെ.
അസറ്റ് എന്ത് സംഭവിച്ചു? അപ്പൊ നമുക്ക് ഇവിടെ തന്നെ അറിയാം അസറ്റ് ഇൻക്രീസ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ ചില നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ നമ്മൾ കൊടുത്തു. ഇനി അതിന്റെ വില എത്രയാന്ന് നമ്മൾ എഴുതിയില്ലോ. പ്ലാന്റിന്റെ വില ശരിക്കും പറഞ്ഞാൽ 3 lakh ആണ് അല്ലെ. പക്ഷെ 3 lakh റുപ്പീസ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് കൊടുത്തത് 15,000 റുപ്പീസ് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അസറ്റ് എന്ത് സംഭവിച്ചു? കുറഞ്ഞില്ലേ? കുറഞ്ഞു. ഇനി നമ്മൾ എന്ത് സംഭവിച്ചു? പിന്നീട് നമ്മൾ ബാക്കി കൊടുക്കാനുണ്ട് അല്ലെ. 3 lakh minus 15,000, 2,85,000 റുപ്പീസ് നമുക്ക് ഒരു ബാധ്യത നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. പേ ലേറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഞാൻ പിന്നെ തരാമെന്നും പറഞ്ഞിട്ട് ഒരു 2,85,000 ബാധ്യത നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ വഴി ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ലൈബിലിറ്റി അവിടെ ഇൻക്രീസ് ആയി എന്ന് നമുക്ക് പറയാം. അപ്പം ഈ ഒരു ട്രാൻസാക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്? അസറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് എന്ന് പറയുന്ന അസറ്റ് 3 ലാഖിനുള്ള അസറ്റ് കൂടി. ഇനി 15,000 നമ്മുടെ കയ്യിൽ നിന്ന് പൈസയായിട്ട് പോയി. അതോടെ എന്ത് സംഭവിച്ചു? നമ്മുടെ ക്യാഷ് കയ്യിലുണ്ടായിരുന്ന കുറഞ്ഞു. ഇപ്പൊ നമ്മൾ ഓൾറെഡി അറിയാം ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ എല്ലാം കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തേക്കണേ. അതായത് തുടക്കത്തിൽ നമുക്ക് ക്യാഷും ഇൻവെന്ററി ആയിട്ട് 8,50,000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഇത്രയും പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു ക്വസ്റ്റിന്റെ ബാക്കിയായിട്ട് തുടരെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിത് വേണേൽ മനസ്സിലാക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് ചെയ്യാം. ഇനി ഒറ്റയ്ക്കല്ല നമ്മൾ എക്സാമിന്റെ പോയെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. അതായത് 8,50,000 ഓൾറെഡി ഉണ്ടയിൽ നിന്ന് നമുക്ക് കുറച്ച് വരുന്നത് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്തു പോവാം. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ മനസ്സിലാക്കി എടുക്കുക. നിങ്ങളുടെ സ്പീഡിൽ വീഡിയോ കാണുക. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന പറയുമ്പോഴത്തേക്കും ഇവിടെ 3 സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ലൈബിലിറ്റി നമുക്ക് ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു? 8,50,000 ക്യാപിറ്റൽ ഇനത്തിൽ ലൈബിലിറ്റി ഉണ്ടായിരുന്നു അല്ലെ. അതിന്റെ ഒപ്പം എന്ത് സംഭവിച്ചു? ഒരു ബാധ്യത ഇനത്തിൽ 2,85,000 കൂടി ഒരു ബാധ്യത ഇൻക്രീസ് ആയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾക്കറിയാം നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്കും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ കൂടെ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ എഴുതും? നമുക്ക് എഴുതാൻ പറ്റും അസറ്റ്സ് ഈക്വൽസ് ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം ക്യാഷ് ആയിട്ടും ഇൻവെന്ററി ആയിട്ടും നമുക്ക് എന്തുണ്ടായിരുന്നു? ക്യാഷ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയായിരുന്നു. ക്യാഷ് നമുക്ക് 8 lakh ഉണ്ടായിരുന്നു. ഇനി ഇത് എവിടുന്നാന്ന് ചോദിച്ചേക്കരുത്, അത് തൊട്ട് മേളിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. 8 lakh സ്റ്റോക്ക് ഉണ്ട്, 8 lakh ക്യാഷും 50,000 സ്റ്റോക്കും ഉണ്ടായിരുന്നു നമ്മൾ കണ്ടല്ലോ. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 8 lakh ക്യാഷും പിന്നെ 50,000 സ്റ്റോക്കും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തൊക്കെയായിരുന്നു പിന്നെ ക്യാപിറ്റൽ ഇനത്തിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്? 8,50,000 ക്യാപിറ്റൽ ഇനത്തിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നു അല്ലെ. 8,50,000 ഇതായിരുന്നു നിലവിലുണ്ടായിരുന്ന സിറ്റുവേഷൻ. അപ്പൊ ഈ രണ്ടാമത്തെ എൻട്രി വഴി നമുക്ക് എന്ത് സംഭവിച്ചു? രണ്ടാമത്തെ എൻട്രി വഴി നമുക്ക് പുതുമയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് അവിടെ ഇൻക്രീസ് ആയി അല്ലെ. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു അസറ്റ് ആണ്. അപ്പം അത് നമ്മൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന അസറ്റിന്റെ ഇതും കൂടി എഴുതുക. പ്ലാന്റ് ആൻഡ് മെഷീനറി അതായത് നമുക്കൊരു 3 ലാഖിന്റെ ഒരു അസറ്റ് നമ്മുടെ കയ്യിൽ വന്നു ചേർന്നു. ഇനി അത് കൂടാണ്ട് എന്ത് സംഭവിച്ചു? അത് മാത്രമാണോ? അല്ല. 3 lakh എന്ന് പറയുന്ന അസറ്റ് വന്നു ചേർന്നു എങ്കിൽ പോലും അവിടെ നമുക്ക് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇവിടെ കുറയുന്നുണ്ട്. അപ്പൊ എന്ത് കാണിക്കുന്നു? നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന 8 lakhs ക്യാഷിൽ നിന്ന് 15,000 കുറച്ച് കാണിക്കും. അതായത് 15,000 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 7,85,000 ഉള്ളൂ നമ്മുടെ അടുത്ത് ക്യാഷ്. ഇനി നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഉണ്ടോ? ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഒക്കെ അതേപടി നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പ്ലസ് ഒരു ഈ പറയുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞ അസറ്റും കൂടിയാണ് ഇവിടെ പുതുതായിട്ട് നമ്മുടെ കയ്യിൽ വന്നത്. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ 8,50,000 ആണോ? അല്ല. 8,50,000 നിന്ന് ഇതുപോലെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ ഒരു ട്രാൻസാക്ഷനിൽ വന്നു. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ നമ്മളുടെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം 11,35,000 റുപ്പീസ് അല്ലെങ്കിൽ റുപ്പീസ് അല്ല സോറി, ഇത്രയും മൂല്യമുള്ള അസറ്റ് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ ബിസിനസ്സിൽ ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയേ. ലൈബിലിറ്റി ഇനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയാം 2,85,000 ബാധ്യത നമുക്ക് വന്നിട്ടുണ്ട് ഈ ട്രാൻസാക്ഷൻ വഴി. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അത് നമ്മളിവിടെ പെറുക്കി എഴുതുന്നു. നിലവിൽ നമുക്ക് 8,50,000 ക്യാപിറ്റൽ മാത്രമായിരുന്നു ഒരു ബാധ്യത ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഒരു 2,85,000 ലൈബിലിറ്റിയും കൂടി ഇവിടെ വന്നു ചേർന്നപ്പം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പൊ ടോട്ടൽ നമ്മുടെ ബാധ്യത എത്രയുണ്ട്? 8,50,000 പ്ലസ് 2,85,000. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 11,35,000 വന്നു.
ഇനി ഇതാണ് നമ്മുടെ പറയുന്നത് എന്ത്, വീണ്ടും ഇത് മാച്ചിങ് ആയി. കണ്ടില്ലേ, അസറ്റ്സും ലൈബിലിറ്റീസും ക്യാപിറ്റൽസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആവണം അക്കോർഡിംഗ് ടു നമ്മുടെ മാച്ചിങ് പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് നോക്കാം, അടുത്ത അനാലിസിസ് നോക്കാം. അതായത് ഡെപ്പോസിറ്റഡ് 6 lakh ഇൻടു ബാങ്ക്. ഇനി ബാങ്കിൽ നമുക്ക്, അപ്പം നമ്മൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പം തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഈ ട്രാൻസാക്ഷൻസ് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചേക്കാം. ഓക്കെ, ബിക്കോസ് നമ്മൾ എക്സാമിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓരോന്നും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇതെല്ലാം കൂടി ഒന്നിച്ചൊന്നിച്ച് നമ്മൾ കാണിക്കുക ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നിലവിൽ ഇതാണ് നമ്മുടെ നിലവാരം എന്ന് മനസ്സിലാക്കുന്നത് പറയുമ്പോഴത്തേക്കും ഡെപ്പോസിറ്റഡ് ക്യാഷ് ₹6 lakh ഇൻടു ബാങ്ക്. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ നോക്കിക്കേ, മൂന്നാമത്തെ ട്രാൻസാക്ഷൻ. ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എന്താ സംഭവിച്ചത്. നമ്മുടെ കയ്യിലിരുന്ന പൈസ അല്ലെ, നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടിരുന്ന പൈസ ആയിരുന്നു 6 lakh rupees അല്ലെ. നമുക്കത് വേണമെങ്കിൽ ക്യാഷ് ആയിട്ട് നമുക്ക് ചെലവാക്കായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ ബാങ്കിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. SBIയോ കാനറ ബാങ്കോ ഏതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്തു നമ്മൾ അല്ലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ ട്രാൻസാക്ഷനിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. പിന്നെ SBI എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ ഒരു പാഴ്ചെലവ് വരുത്തി വെച്ചതാണോ? അല്ല, നമ്മളിവിടെ അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്തത് അല്ലെ. അപ്പൊ അതൊരു നല്ല കാര്യം തന്നെ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസ ഇൻക്രീസ് ആയി. അപ്പൊ എന്താണ്, ഇവിടെ ഒരു അസറ്റ് ഇൻക്രീസ് ആയി, ഇവിടെ ഒരു അസറ്റ് ഡിക്രീസ് ആയി, കയ്യിലുണ്ടായിരുന്ന പൈസ കുറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഒരു ട്രാൻസാക്ഷൻ നോക്കാം. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷനിൽ എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. അപ്പൊ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇതുവരെ നമ്മൾ കണ്ടത് എന്താണ്, ക്യാഷ് എത്രയുണ്ട്, ക്യാഷ് നമുക്ക് 7,85,000 ഉണ്ടായിരുന്നു, സ്റ്റോക്ക് 50,000 ഉണ്ടായിരുന്നു, അസറ്റ് എന്ന് പറഞ്ഞിട്ട് 3 lakh ഉണ്ടായിരുന്നു അല്ലെ. ഇനി ഇവിടെ ഈ ഒരു ട്രാൻസാക്ഷൻ വഴി നടക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, ഇവിടെ നമ്മുടെ ഒരു 6 ലക്ഷം രൂപ ക്യാഷിൽ നിന്ന്, അതായത് കയ്യിൽ നിന്ന് പോയി. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുണ്ടായിരുന്ന 7,85,000 ഒപ്പം ഉണ്ടോ കയ്യിൽ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഇതിനെ കുറച്ച് കാണിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം ഇതിനെ, അസറ്റ് ഈക്വൽസ് ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് നമ്മൾ ആദ്യമേ ഒരു കോളം വരച്ചല്ലോ. ഇനി ഇതിന്റെ ബാക്കിയായിട്ട് നമ്മൾ എഴുതും, ക്യാഷ് എന്ന് പറഞ്ഞാൽ 7,85,000 ഉണ്ടായിരുന്നു, പ്ലസ് നമുക്കൊരു ഇൻവെന്ററി ഇനത്തിൽ നമുക്ക് സ്റ്റോക്കോ ഇൻവെന്ററി എന്നൊക്കെ പറയാം കേട്ടോ. ഇൻവെന്ററി 50,000 ഉണ്ടായിരുന്നു, പിന്നെ പ്ലസ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടായിരുന്നു, എത്ര രൂപയുടെ, 3 lakhന്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു നിലവിലുണ്ടായിരുന്ന സാധനങ്ങൾ അല്ലെ. ഇനി അതിന്റെ ഒപ്പം നമുക്കറിയാം ക്യാഷ്, ഈ ഒരു ട്രാൻസാക്ഷൻ വരുന്ന വഴി നമുക്ക് ക്യാഷിൽ നിന്ന് ഒരു 6 lakh കുറഞ്ഞു പോയി അല്ലെ. അപ്പൊ അത് നമ്മളിവിടെ മൈനസ് ചെയ്ത് കാണിക്കുക, 7 lakh മൈനസ് 6 lakh എന്നും പറഞ്ഞ് കാണിക്കുക. അപ്പൊ ക്യാഷിൽ നിന്നാണ് പോയത് അല്ലെ. അപ്പൊ അത് എത്ര വരും, റിമൈനിങ് 1,85,000 rupees ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളൂ. ഇനി പ്ലസ് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഉണ്ടോ? ഉണ്ട് അല്ലെ, അത് 50,000ഓളം തന്നെ ഉണ്ട്, അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ നേരത്തെ മേടിച്ചു വെച്ചത് ഇരിപ്പുണ്ടോ? അതും അവിടെ ഇരിപ്പുണ്ട്, അതിന് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല അല്ലേ. പിന്നെ അതുകൂടാണ്ട് ഒരു പുതിയ അസറ്റ് ഇവിടെ നമുക്ക് ആഡപ്പ് ചെയ്തു വന്നു. അതാണ് എന്ത്, ബാങ്ക് അക്കൗണ്ടിൽ ഒരു പൈസ ഉണ്ടായിരുന്നില്ലാത്ത ബാങ്ക് അക്കൗണ്ടിലോട്ട് ഒരു 6 ലക്ഷം രൂപ എന്ത് സംഭവിച്ചു, ഇൻക്രീസ് ആയി. അപ്പൊ അത് നമ്മുടെ ഒരു ആസ്തിയാണ്. അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതുന്നു, പ്ലാന്റ് ആൻഡ് മെഷീനറി പ്ലസ് ഒരു ബാങ്ക് അക്കൗണ്ടും കൂടി നമ്മൾ ഇവിടെ അസറ്റിന്റെ ഭാഗത്ത് എഴുതുന്നു, 6 lakh എന്ന് പറഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ടിന്റെ സൈഡിൽ എഴുതുന്നു. ഇതാണ് ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള പൈസ. അപ്പൊ നമ്മൾ അതിനെ ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 1,85,000 പ്ലസ് 50,000 പ്ലസ് 3 lakh പ്ലസ് 6 lakh. അപ്പൊ അവിടെ ടോട്ടൽ ഗ്രോസ് വരുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ 11,35,000 ആണെന്നാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നത്, 2,85,000 ഒരു ലൈബിലിറ്റി ഉണ്ടായിരുന്നു, 8,50,000 ക്യാപിറ്റൽ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെയും ഇതുപോലെ തന്നെ, ഇവിടെ പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള ബാധ്യതയോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലെ. കയ്യിലുണ്ടായിരുന്ന കുറച്ച് അസറ്റ് കുറഞ്ഞു, അതേ എമൗണ്ടുള്ള അസറ്റ് കൂടി. അപ്പൊ ഈ ഒരു അസറ്റ് സൈഡിൽ മാത്രമാണ് ഇവിടുത്തെ ഒരു ട്രാൻസാക്ഷൻ റിഫ്ലക്ട് ചെയ്യുള്ളൂ. ലൈബിലിറ്റി സൈഡിൽ അന്നേരവും എന്താണ്, 2,85,000 ലൈബിലിറ്റി ഉണ്ടായിരുന്നു, അത് അതേപടി ഉണ്ട്. ക്യാപിറ്റൽ 8,50,000 പ്രത്യേകിച്ച് ഈ ട്രാൻസാക്ഷൻ വഴി മാറ്റം വരാത്തത് കൊണ്ട് അവനെയും അതേപോലെ തന്നെ നമ്മൾ നിലനിർത്തിയേക്കാണ്. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ടോട്ടൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 11,35,000 തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്തായി, വീണ്ടും നമ്മുടെ അക്കൗണ്ട് ഇവിടെ ടാലി ആയി മാറി അല്ലെ. നമ്മുടെ അസറ്റ്സും ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇക്വേഷന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ ആണ് എന്ന് നമുക്ക് വീണ്ടും പ്രൂവ് ആയിരിക്കുകയാണ്.
അപ്പൊ ഇനി നമുക്ക് നോക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെ ട്രാൻസാക്ഷൻസിനെ അനലൈസ് ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കുക. അതായത് നമുക്ക് യാതൊരു രീതിയിലും ഒരിക്കലും അസറ്റ്സ് ഈ ഒരു ഇക്വേഷനിലെ ഒരു മാറ്റവും വരികയില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടാണ് അക്കൗണ്ട്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അനലൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ, എപ്പോഴും നമ്മുടെ അസറ്റ്സും ലൈബിലിറ്റീസും ക്യാപിറ്റലും ഇതുപോലെ തന്നെ ടാലി ആയിട്ട് വരും, ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെയാണ് മൂവ് ആവുള്ളൂ. അപ്പൊ ഈ ബാക്കി ട്രാൻസാക്ഷൻസ് എല്ലാം മെല്ലെ മെല്ലെ സാവകാശം അനലൈസ് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്ത പഠിച്ചായിരുന്നു, നമ്മൾ ഓരോ അക്കൗണ്ടിങ് ഓരോ ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. അത് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ളതും നമ്മൾ കണ്ടായിരുന്നു അല്ലെ. ഡെബിറ്റ് ആസ്പെക്ട് എന്താണ്, ക്രെഡിറ്റ് ആസ്പെക്ട് എന്താണ്, എങ്ങനെ നമ്മളൊരു ട്രാൻസാക്ഷനിൽ നിന്ന് ഡെബിറ്റും ക്രെഡിറ്റും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും, ഗോൾഡൻ റൂൾ എന്താണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അബൌട്ട് ജേർണൽ. ജേർണൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജേർണൽ എൻട്രി എഴുതാനുള്ള സാധനമാണ് അല്ലെങ്കിൽ സ്ഥലമാണ് എന്ത്, ജേർണൽ. ജേർണൽ എൻട്രീനെ എഴുതാനുള്ള പ്ലേസ് ആണ് ജേർണൽ. ഇനി ഈ ജേർണലിന്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ജേർണലിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ടി അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്കൊരു ടി അക്കൗണ്ട് പോലെ വരയ്ക്കുന്നതായിരുന്നു അല്ലെ. അതിന് ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ ജേർണൽ എന്ന് പറയുന്ന സാധനം വേറെയാണ്. അത് വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുക, ശ്രദ്ധിക്കുക. അതിനൊരു ഫോർമാറ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് എങ്ങനെയും വരച്ചാൽ പോരാ. ജേർണൽ എൻട്രീസ് മാത്രമാണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. ജേർണൽ എന്ന് പറയുമ്പം അതിനൊരു ഡേറ്റ് ഉണ്ട്, പിന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെടുത്തത് പെർട്ടിക്കുലേഴ്സ് കോളം ഇച്ചിരി വലുപ്പത്തിൽ വെക്കുന്നതാണ് നല്ലത്. അടുത്താണ് ലെഡ്ജർ ഫോളിയോ, LF എന്ന് പറയുമ്പോൾ ലെഡ്ജർ ഫോളിയോ. ഇതിന് പ്രത്യേകിച്ച് പ്രാക്ടിക്കലി അങ്ങനെ ഒരു, സത്യം പറഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു ഉപയോഗം കണ്ടിട്ടില്ല. ലെഡ്ജേഴ്സിന്റെ ആ ഒരു നമ്പേഴ്സ് എഴുതാനും ഒക്കെ ആയിട്ടാണ് ബേസിക്കലി ലെഡ്ജർ ഫോളിയോ യൂസ് ചെയ്യുന്നത്. ഒരു ലെഡ്ജേഴ്സിന്റെ നമ്പർ എഴുതും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡെബിറ്റ് എമൗണ്ട്, നെക്സ്റ്റ് ആണ് ക്രെഡിറ്റ് എമൗണ്ട്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജേർണലിന്റെ ഒരു ഫോർമാറ്റ്. ഓക്കെ, അപ്പൊ ഇനി നോക്കിക്കേ, ഇതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്. അതായത് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും, അതായത് ഒരു ട്രാൻസാക്ഷന് ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ട്, ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ ഇടുകയാണെങ്കിൽ ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്യാഷ് സെയിൽസ് ഇപ്പോൾ ഒരു 2 lakh rupees ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ സെയിൽ നടത്തി പൈസ തിരിച്ച് ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതും, നമുക്കറിയാം ഇവിടെ രണ്ട് കോൺസെപ്റ്റ് ഏതൊക്കെയാണ്. ക്യാഷ് സെയിൽസ് നടക്കുക എന്ന് പറയുമ്പം നമ്മൾ അങ്ങോട്ട് ഗുഡ്സ് സെല് ചെയ്തു, ഗുഡ്സ് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തു അല്ലെ, വേറൊരു വ്യക്തിക്ക് നമ്മൾ സെല് ചെയ്തു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു, സെയിൽസ് നടന്നു. ഇനി തിരിച്ച് അയാൾ എന്ത് ചെയ്തു, ക്യാഷ് നമുക്ക് തരുവാണോ അതോ പിടിച്ചു പറിച്ചുകൊണ്ട് പോവുകയാണോ ചെയ്തത്, തീർച്ചയായും ക്യാഷ് നമ്മുടെ കയ്യിലോട്ട് വന്നു. അപ്പൊ നമുക്കറിയാം, പെട്ടെന്ന് തന്നെ നമ്മുടെ ജേർണൽ എൻട്രിയുടെ റൂൾ അപ്ലൈ ചെയ്യുക. എന്താണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് നമ്മുടെ കയ്യിലോട്ട് വന്നു, അതിന്റെ അർത്ഥം ക്യാഷ് അക്കൗണ്ടിന് നേരെ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുത്തേക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 2 lakh ടു സെയിൽസ് അക്കൗണ്ട്. എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ ക്യാഷ് കയ്യിലോട്ട് വന്നത്, സെയിൽസ് നടന്നതുകൊണ്ട് അല്ലെ. അപ്പം സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് 2 lakh എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ എൻട്രി. അപ്പൊ നമ്മൾ എങ്ങനെ ജേർണലിലോട്ട് അതിനെ എഴുതും, ജേർണലിലോട്ട് എഴുതുന്നത് വളരെ സിമ്പിൾ ആണ്. അതുപോലെ ഡേറ്റ് എഴുതുക, ഡേറ്റ് ഏതാന്ന് വെച്ചാൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് എഴുതുക ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ലെഡ്ജർ ഫോളിയോസ് ഉണ്ടെങ്കിൽ, നമ്പറുകൾ ഉണ്ടെങ്കിൽ അത് എഴുതുക. ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എഴുതേണ്ടതാണ്. ഡെബിറ്റ് സൈഡിൽ 2 lakh എന്ന് എഴുതുക, ക്രെഡിറ്റ് സൈഡിൽ 2 lakh എന്ന് എഴുതുക. എന്നിട്ട് താഴെ ട്രാൻസാക്ഷന്റെ നറേഷനും കൂടി എഴുതുക. എന്താണ്, ക്യാഷ് സെയിൽസ് റുപ്പീസ് 2 lakh എന്ന് എഴുതുക. ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ജേർണൽ എൻട്രി. ജേർണലൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ട്രാൻസാക്ഷൻ. ജേർണൽ എൻട്രി, സാധാ ജേർണൽ എൻട്രീനെ തന്നെ നമ്മൾ ജേർണലിലോട്ട് പെറുക്കി എഴുതുന്നതിനെയാണ് നമ്മൾ ജേർണലൈസിങ് എന്ന് പറയുക. അപ്പൊ നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്കും നമുക്കറിയാം, ഇവിടെ 2-3 സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ജേർണലൈസിങ്. ജേർണലൈസിങ് എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലായി എന്ന് തോന്നുന്നു അല്ലെ. ഏറ്റവും ആദ്യ സ്റ്റെപ്പാണ് ജേർണലൈസ് ചെയ്യുക. രണ്ടാമത്താണ് പോസ്റ്റിംഗ്. ജേർണൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, അതിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ, ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 ആസ്പെക്റ്റും എന്താണ്, ഓരോ അക്കൗണ്ടുകളാണ്. ഈ അക്കൗണ്ടുകൾ നമ്മൾ വേറെ പേര് പറയും, അതാണ് ലെഡ്ജേഴ്സ്. ഇതൊക്കെ ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ആണ് കേട്ടോ. ഇവിടെ 2 ലെഡ്ജർ ആണുള്ളത്, ക്യാഷ് ലെഡ്ജറും ഉണ്ട്, സെയിൽസ് ലെഡ്ജറും ഉണ്ട്. അപ്പം നമുക്ക് വേറെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ പോസ്റ്റിംഗ് ജേർണലൈസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് എന്ത്, പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സ്റ്റെപ്പില് നമ്മൾ ചെയ്യുന്നത്
ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ 2 സ്ഥലത്ത് പോസ്റ്റ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അക്കൗണ്ടിംഗ് സിസ്റ്റം ഡ്യുവൽ ആസ്പെക്ട് ബേസ്ഡ് ആണ്. അതായത് 2 സ്ഥലത്ത് അതിന്റെ എൻട്രി കാണണം. അപ്പൊ നമുക്ക് ഇവിടെ ക്യാഷ് അക്കൗണ്ടും ഉണ്ട്, സെയിൽസ് അക്കൗണ്ടും ഉണ്ട്. അപ്പം പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരണം? ക്യാഷ് അക്കൗണ്ടിലും നമ്മൾ കാണിക്കണം, അതേപോലെ തന്നെ സെയിൽസ് അക്കൗണ്ടിലും നമ്മൾ അതിന്റെ എഫക്റ്റ് കാണിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുന്നത്. ജേർണലൈസ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പ് വഴിയും പിന്നെ അടുത്ത ക്ലാസ്സസിലൊക്കെ നമ്മൾ പഠിക്കേണ്ട കോൺസെപ്റ്റുകളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ തൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജേർണലൈസിങ് എന്ന് പറയുന്ന കഥയാണ്. നമ്മളിവിടെ മനസ്സിലാക്കുക, അതായത് ഒരു ഇല്ലസ്ട്രേഷൻ വഴി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാക്കാം. ഇവിടെ ഇല്ലസ്ട്രേഷൻ നമ്പർ 2 കൊടുത്തിട്ടുണ്ട്. സൂരജ് മാർട്ട് ഫർണിഷേഴ്സ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അതായത് ഓരോ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷൻസും കൊടുത്തിട്ടുണ്ട്. ആദ്യമേ എന്താണ്? ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് 1,50,000. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്? നമ്മൾ ഈ വീഡിയോ നമ്മൾ കണ്ടു പോകുമ്പോഴത്തേക്കും വെറുതെ കണ്ടിരിക്കുന്നതിന് പകരം ഇതൊന്ന് പോസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് വെച്ചോണ്ട് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നോട്ട്ബുക്കിലോട്ട് എഴുതാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ എന്താണ്? 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ് തുടങ്ങി അല്ലെ, കയ്യിലുണ്ടായിരുന്ന പൈസ പോയി, പക്ഷെ ബിസിനസിന്റെ സൈഡിൽ നോക്കുമ്പോൾ എന്താണ്? ക്യാഷ് വന്നു. എന്ത് കാരണം കൊണ്ടാണ്? ക്യാപിറ്റൽ ഇനത്തില്. അപ്പൊ നമ്മളെ എൻട്രി എങ്ങനെ വരും? ക്യാഷ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലെ. ബിസിനസ്സിലോട്ട് പൈസ വന്നു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. എത്ര രൂപയാണ്? 1,50,000. ഇനി എന്ത് കാരണം കൊണ്ടാണ് ഈ പൈസ വന്നത്? ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് നമുക്ക് അറിയാം അല്ലെ. ടു ക്യാപിറ്റൽ അക്കൗണ്ട് 1,50,000. ഇനി നറേഷൻ എഴുതുക, ചെയ്തു പോവുക. അപ്പൊ എപ്പോഴും ഓർക്കുക, നമ്മുടെ ജേർണൽ വരയ്ക്കാൻ മറക്കരുത്, ഡേറ്റുകൾ എഴുതാൻ മറക്കരുത്, നറേഷൻ എഴുതാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, ഇതാണ് നമ്മൾ മുന്നോട്ട് ചെയ്യാൻ പോണത്. നെക്സ്റ്റ് നോക്കാം. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ ആണ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മനീഷ. അതായത് മനീഷയുടെ അടുത്ത് നിന്ന് ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു. ഇനി ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താ വെച്ചാൽ പർച്ചേസസ് പലതരത്തിലുണ്ട്. പർച്ചേസസ് എന്ന് പറയുമ്പോഴത്തേക്കും പലതരത്തിൽ ഉണ്ടാവും. പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ഗുഡ്സ് ആണ് എങ്കിൽ, ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഈ അക്കൗണ്ടിന്റെ പേര് പർച്ചേസസ് എന്ന് തന്നെ നമ്മൾ ഇടും. കുഞ്ഞു കുഞ്ഞു ഗുഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനിപ്പോൾ പേന, മുട്ടുസൂചി എന്നൊന്നും പറഞ്ഞിടാൻ പറ്റില്ല. അപ്പം അതിന് ഓൾ കോമൺ ആയിട്ട് നമ്മൾ പർച്ചേസസ് എന്ന് വിളിക്കും. ഇനി നമ്മൾ മേടിക്കുന്ന പർച്ചേസ് ചെയ്യുന്നത് ഒരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ അതാത് അസറ്റിന്റെ പേരുകൾ തന്നെ മെൻഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ലാൻഡ് ആണെങ്കിൽ ലാൻഡ് അക്കൗണ്ട് എന്ന് തന്നെ എഴുതണം. ഇനി വെഹിക്കിൾ ആണ്, വണ്ടി ആണ് മേടിക്കുന്നതെങ്കിൽ വെഹിക്കിളിന്റെ പേര് തന്നെ മെൻഷൻ ചെയ്യണം, വെഹിക്കിൾ അക്കൗണ്ട് എന്ന് തന്നെ ഇടണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് ഗുഡ്സ് ആണ്. അപ്പൊ നമ്മുടെ എൻട്രി എങ്ങനെ വരണം? ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് പൈസ പോകുവാണ്. അപ്പൊ നമ്മൾ താഴെ തന്നെ കൊണ്ടുപോയിട്ട് ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുത്തേക്കണം. ഇനി എന്ത് കാരണം കൊണ്ടാണ് ക്യാഷ് കയ്യിൽ നിന്ന് പോയത്? ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്തതുകൊണ്ടാണ് അല്ലെ. അപ്പൊ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 36,000 എന്ന് നമ്മൾ എഴുതുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമ്മുടെ എൻട്രി കറക്റ്റ് ആണോ എന്ന് നോക്കാം അല്ലെ. ഇപ്പൊ ഇല്ലസ്ട്രേഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും ആൻസറിലോട്ട് നോക്കാൻ വേണ്ടി. അപ്പൊ അത് നോക്കരുത് കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മുടെ എൻട്രി ശരിയാണോ? അല്ല. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു മനീഷ അക്കൗണ്ട് എന്നാണ് അല്ലെ. അപ്പൊ അതെന്താ അവിടെ സംഭവിച്ചത്? ഗുഡ്സ് പർച്ചേസ് ഫ്രം മനീഷ 36,000. നമ്മൾ എഴുതിയത് എന്താ? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അവിടെ എന്താ തെറ്റ് സംഭവിച്ചത്? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ടിയുടെ നെയിം ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ക്വസ്റ്റ്യനിൽ പാർട്ടിയുടെ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനി ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഓർക്കുക, അവിടെ ഒരിക്കലും ക്യാഷ് പോയി അല്ലെങ്കിൽ ക്യാഷ് വന്നു എന്നും പറഞ്ഞുള്ള രീതിയിൽ നമ്മൾ എഴുതൂല. അവിടെ പാർട്ടിയുടെ നെയിം തന്നെ നമ്മൾ എടുത്ത് മെൻഷൻ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് എഴുതാനായിരുന്നു? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു മനീഷാസ് അക്കൗണ്ട് 36,000 എന്ന് നമ്മൾ എഴുതും. ബിക്കോസ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്താണ്? അത് സെറ്റിൽ ആയി എന്നുള്ളൊരു അർത്ഥം വരും. ഇനി ഇത് ഇങ്ങനെ എഴുതുന്നതിന്റെ അർത്ഥം എന്താണ്? മനീഷയുടെ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ആയിട്ടാണ് സാധനങ്ങൾ മേടിച്ചത്. ഇനി ഇത് കൊടുക്കാൻ കിടക്കുകയാണ് എന്ന് നമുക്ക് പിന്നീട് കണ്ടാൽ മനസ്സിലാവണം. അതുകൊണ്ടാണ് നമ്മൾ പാർട്ടിയുടെ നെയിം മെൻഷൻ ചെയ്യുന്നത്. അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ചതിന്റെ ബേസിസിലുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1ഉം ക്വസ്റ്റ്യൻ നമ്പർ 2ഉം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അന്നേരം നമുക്ക് ഈ ഓരോ ട്രാൻസാക്ഷൻസിലും നമ്മൾ എപ്പോഴും ഓർക്കുക, അവിടെ ഡെബിറ്റ് ആസ്പെക്റ്റും കാണും, ക്രെഡിറ്റ് ആസ്പെക്റ്റും കാണും. ഏതിനാണ് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഏതിന് അലോട്ട് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് ശ്രദ്ധിച്ച് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക.